ശരി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ നിങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ളതാണ് അല്ലെ. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഈ ഓരോന്നിട്ട് നമുക്ക് നോക്കാം. അതില് ഓപ്ഷൻ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിധവ പുനർവിവാഹം നിരോധിച്ചു എന്നാണ്. ഈ ഒരു പാറ്റേണിൽ, ഈ ഒരു ഓപ്ഷനിൽ ക്വസ്റ്റ്യൻ പലതവണ PSC ഡിഗ്രി ലെവൽ മുതൽ താഴോട്ടുള്ള പരീക്ഷകൾക്ക് ഇടാറുണ്ട്. വിധവ പുനർവിവാഹത്തെ നിരോധിക്കുകയാണോ അതോ വിധവ പുനർവിവാഹ നിയമം കൊണ്ടുവരികയാണോ, അതായത് പ്രോത്സാഹിപ്പിക്കുകയാണ്, അതായത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, പാസ്സാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് തെറ്റാണ്, അതായത് ഒന്നാമത്തെ തെറ്റാണ്. അപ്പൊ ഒന്നാമത്തെ തെറ്റെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ വെട്ടിക്കളയാൻ പറ്റുമെങ്കിൽ അത് വെട്ടിക്കളയും ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ബി വെട്ടിക്കളയാം, കാരണം അതിൽ 1 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഓപ്ഷൻ ഡിയും നിങ്ങൾക്ക് വെട്ടിക്കളയാം, അവിടെയും 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അടിമത്തം നിരോധിച്ചു, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അടിമത്തം നിരോധിച്ചു എന്നുള്ളത്, അതെ, ബ്രിട്ടീഷുകാർ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. അതൊരു ശരിയായൊരു കാര്യമാണ്, ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തതുള്ള, ഇനിയിപ്പോ നമുക്ക് 2 ഓപ്ഷനെ നമുക്ക് നോക്കേണ്ടതുള്ളൂ. ഓപ്ഷൻ എയും അതുപോലെ ഓപ്ഷൻ സിയുമാണ് നമുക്ക് നോക്കേണ്ടത്. ഓപ്ഷൻ സിയിൽ രണ്ടാമത്തെ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒഴിവാക്കിയിട്ട് ആൻസർ നമുക്ക് ഏതെടുക്കാം, ആൻസർ ഓപ്ഷൻ എ എന്നതെടുക്കാം. ഓക്കെ, ഈ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനിലും ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോഴും ഇതുപോലെ ഇങ്ങനെ 1, 2, 3, 4 എന്നും പറഞ്ഞുകൊണ്ട് നമ്പർ ഇട്ട് വരുമ്പോഴൊക്കെ എന്ത് ചെയ്യണം കുട്ടികളെ, നിങ്ങൾ അത് മനസ്സിലാക്കി എടുത്തോണം കേട്ടോ. അപ്പൊ ഈസിയാണ് കുറച്ചുകൂടെ നമുക്കത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് വരുന്ന 2 ഓപ്ഷൻസ്. സതി നിരോധിച്ചു എന്നുള്ളത് ശരിയല്ലേ? സതി നിരോധിച്ചു എന്നുള്ളത് ശരിയല്ലേ? സതി നിരോധിച്ചു എന്നുള്ളത് ശരിയാണ്. ശൈശവ വിവാഹം നിരോധിച്ചു എന്നുള്ളതും ശരിയല്ലേ? ശൈശവ വിവാഹം നിരോധിച്ചു എന്നുള്ളതും ശരിയാണ് കേട്ടോ. ശൈശവ വിവാഹം നിരോധിച്ചു എന്നുള്ളതും ശരിയാണ്. വിധവ പുനർവിവാഹ നിയമം നിങ്ങൾക്ക് വർഷം അറിയാമോ? വിധവ പുനർവിവാഹ നിയമം ഏത് വർഷമാണ്? വിധവ പുനർവിവാഹ നിയമം 1856 അല്ലെ. 1856 വിധവ പുനർവിവാഹ നിയമം. 1856 ഒരു നമ്മുടെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ പേരും കൂടെ നമ്മൾ ഇതിൽ ചേർത്ത് പഠിക്കേണ്ടതുണ്ട്. വിധവ പുനർവിവാഹ നിയമത്തിന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരാളെ പേര് പഠിക്കണം. അതാരാണ്? അപ്പോൾ അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് കേട്ടോ. ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആരാണ് പിള്ളേരെ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ആ വ്യക്തി. അതായത് വിധവ പുനർവിവാഹ നിയമം ഇന്ത്യയിൽ പാസ്സാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ആ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, സതി നിരോധിച്ചത് ഏത് വർഷം, ഏത് ഡേറ്റിൽ എന്ന് പറഞ്ഞേ? സതി നിരോധിച്ചത് സതി നിരോധിച്ചത് 1829 ഡിസംബർ മാസം 4-ാം തീയതിയാണ് സതി നിരോധിക്കുന്നത്. 1829 ഡിസംബർ മാസം 4-ാം തീയതിയാണ് എന്ത് നിരോധിക്കുന്നത്? സതി നിരോധിക്കുന്നത് കേട്ടോ. സതി നിരോധിക്കാൻ കാരണമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെങ്കിൽ സതി നിരോധിക്കാൻ കാരണമായിട്ടുള്ള സംഘടന ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? സതി നിരോധിക്കാൻ കാരണമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് അതാരെന്ന് കേട്ട് കഴിഞ്ഞാൽ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് സതി നിരോധിക്കാൻ കാരണമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്. സതി നിരോധിക്കാൻ കാരണമായിട്ടുള്ള സംഘടന ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ബ്രഹ്മസമാജമാണ് അല്ലെ. ബ്രഹ്മസമാജമാണ് സംഘടന. ഓക്കെ, സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് എന്ന് കേട്ട് കഴിഞ്ഞാൽ, സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് വില്യം ബെന്റിക്കാണ്. വില്യം ബെന്റിക്കാണ് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. വില്യം ബെന്റിക്കാണ് കേട്ടോ. വില്യം ബെന്റിക്കാണ് സതി നിരോധിച്ച ഇന്ത്യൻ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 1829 ഡിസംബർ 4-നാണ് സതി നിരോധിക്കുന്നത്. സതി നിരോധിക്കാൻ കാരണമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. സതി നിരോധിക്കാൻ കാരണമായിട്ടുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ബ്രഹ്മസമാജമാണ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ നേട്ട വില്യം ബെന്റിക്കാണ് അല്ലെ. വില്യം ബെന്റിക്കാണ്. ഓക്കെ, ശൈശവ വിവാഹത്തിനെതിരെ രാജാറാം മോഹൻ റോയ് പ്രവർത്തിച്ചു, ശരിയാണോ തെറ്റാണോ? ശൈശവ വിവാഹത്തിനെതിരെ രാജാറാം മോഹൻ റോയ് പ്രവർത്തിച്ചു എന്നത് ശരിയാണോ തെറ്റാണോ?
ശൈശവ വിവാഹത്തിനെതിരെ രാജാറാം മോഹൻ റോയ് പ്രവർത്തിച്ചു എന്നത് ശരിയാണ് കേട്ടോ. രാജാറാം മോഹൻ റോയ് സതി നിരോധിക്കാൻ വേണ്ടി മാത്രമല്ല ശൈശവ വിവാഹത്തിനെതിരെയും എന്ത് ചെയ്തിട്ടുണ്ട് രാജാറാം മോഹൻ റോയ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അറിയാത്ത പോയിന്റിൽ നോട്ട് ചെയ്ത് വെച്ചോണം. ക്ലിയർ ആണല്ലോ. പിള്ളേരെ, നമ്മളിപ്പോ ഈ പറഞ്ഞ ലിസ്റ്റുകളിൽ, അതായത് അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു, വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കി, ഇത്രയും പോയിന്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ബഹുഭാര്യത്വം, ഇന്ത്യയില് ബഹുഭാര്യത്വം ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുണ്ടോ ഇല്ലേ? സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യയില് ബഹുഭാര്യത്വം ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതും കൂടെ ചേർത്ത് പഠിക്കുക. ബ്രിട്ടീഷുകാര് ബഹുഭാര്യത്വം എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. ബഹുഭാര്യത്വം എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ? നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോഴ് ശൈശവ വിവാഹം നിരോധിച്ചിട്ടുണ്ട്, ബഹുഭാര്യത്വം നിരോധിച്ചിട്ടുണ്ട്. പിന്നെ ഈ നമുക്ക് ചിലപ്പം പ്രായം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ എത്ര വയസ്സിന് താഴോട്ടുള്ള പെൺകുട്ടികളുടെ വിവാഹമാണ് നിരോധിച്ചതെന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എത്ര വയസ്സാണ്? പ്രായം എടുത്ത് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. പരീക്ഷയ്ക്ക് പ്രായം എടുത്ത് ചോദിക്കുകയാണ്, എത്ര വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹമാണ് നിരോധിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര വയസ്സ് പറയും? 8 വയസ്സാണോ? 8 വയസ്സിന് ഓടിക്കളിക്കുന്ന പ്രായം പോലും ആയില്ലല്ലോ. 12 വയസ്സാണ് കേട്ടോ. 12 വയസ്സാണ് കേട്ടോ പിള്ളേരെ. 12 വയസ്സാണ്. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹമാണ് എന്ത് ചെയ്തത് പിള്ളേരെ? നിരോധിച്ചത്. ഓക്കെ, ഇനി പെൺ ശിശുഹത്യ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണോ? പെൺ ശിശുഹത്യ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതെ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് പെൺ ശിശുഹത്യയും എന്ത് ചെയ്തു? നിരോധിച്ചു. പെൺ ശിശുഹത്യയും എന്ത് ചെയ്തു കുട്ടികളെ? നിരോധിച്ചു. പെൺ ശിശുഹത്യ എന്ത് ചെയ്തു പിള്ളേരെ? നിരോധിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് പല ലെവലിലുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് ചോദിക്കും. വിധവാ പുനർവിവാഹ നിയമത്തെ പാസ്സാക്കുകയാണ് ചെയ്തത്. അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് 1856 അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, സതി നിരോധിച്ച വർഷം നമ്മൾ പറഞ്ഞു 1829 ഡിസംബർ 4 സതി നിരോധിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് സതിക്കെതിരെ മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്, അദ്ദേഹം ശൈശവ വിവാഹത്തിനെതിരെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി സതി നിരോധിക്കാൻ കാരണമായിട്ടുള്ള സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മസമാജമാണ്. സതി നിരോധിച്ചത് ആരെന്ന് കേട്ടാ? വില്യം ബെന്റിക്കാണ് സതി നിരോധിച്ചത്. ഇനി നമ്മൾ ഈ പറഞ്ഞത് കൂടാതെ ബഹുഭാര്യത്വം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹമാണ് ബ്രിട്ടീഷുകാർ നിരോധിച്ചിട്ടുള്ളത്. അതുപോലെ പെൺ ശിശുഹത്യയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പിള്ളേരെ? മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്? അടുത്ത ചോദ്യം ഒന്ന് ചെയ്തേ. ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം പിള്ളേരെ. ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അഹമ്മദാബാദ് തുണിമിൽ സമരം ഗാന്ധിജി ഇടപെട്ടതാണല്ലേ? ഗാന്ധി ഇടപെട്ടതാണ്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 1 എന്ന് പറയുന്നത് ഗാന്ധിജി ഇടപെട്ടതാണ്. അപ്പൊ 1 വരുന്നത് നമുക്ക് വെട്ടാം, എ വെട്ടാം, അതുപോലെ നമുക്ക് ഡിയും വെട്ടാം, എയും വെട്ടാം, ഡിയും വെട്ടാം. കേദ കർഷക സമരം ഗാന്ധിജി ഇടപെട്ടതാണോ? കേദ കർഷക സമരം ഗാന്ധിജി ഇടപെട്ടതാണ്. ഓക്കെ, അപ്പം 2 വരുന്നത് ഗാന്ധിജി ഇത് ഇടപെട്ട കാര്യമാണ്. അപ്പൊ 2 വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിക്കളയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്. തെലങ്കാന സമരവും സ്വദേശി പ്രസ്ഥാനവും ഈ 2 കാര്യങ്ങളിൽ ഗാന്ധിജി ഇടപെട്ടിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല പിള്ളേരെ? ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ തെലങ്കാന സമരം നടന്ന കാലഘട്ടം നിങ്ങൾക്ക് അറിയാവോ? തെലങ്കാന സമരം നടന്ന കാലഘട്ടം 1948-51 ആണ്. 1948 മുതൽ 51 വരെയാണ് തെലങ്കാന സമരം നടന്നത്. 1948 മുതൽ 51 വരെയുള്ള കാലഘട്ടത്തിലാണ് തെലങ്കാന സമരം നടന്നത്. നമുക്കറിയാം 48 ജനുവരി 30 മഹാത്മാഗാന്ധി അന്തരിക്കുന്നത് അല്ലേ?
47 ജനുവരി 30 മഹാത്മാഗാന്ധി അന്തരിച്ചു. അതായത് അദ്ദേഹത്തിന്റെ സമയത്തിന് ശേഷമാണ് ഈ സമരം നടക്കുന്നത് തന്നെ. ഓക്കെ, സ്വദേശി പ്രസ്ഥാനം എപ്പോഴാണ് സ്വദേശി പ്രസ്ഥാനം? സ്വദേശി പ്രസ്ഥാനം 1905 അത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്? സ്വദേശി പ്രസ്ഥാനം എന്തിന്റെ ഭാഗമായിട്ടാണ് പിള്ളേരെ രൂപം കൊള്ളുന്നത്? ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ് ഈ സ്വദേശി പ്രസ്ഥാനം, അല്ലെ? ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ് ഏത് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഗാന്ധിജി ഇവിടെ ഉണ്ടോ? ഗാന്ധിജി ആ സമയത്ത് ഇവിടെ ഉണ്ടോ? ഇല്ല. ഗാന്ധിജി നമുക്കറിയാം, ഗാന്ധിജി 1893 സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന ഗാന്ധിജി 1915 ഗാന്ധി തിരികെ വരുന്നത്, അല്ലെ? 1893 സൗത്ത് ആഫ്രിക്കയിൽ പോകുന്ന ഗാന്ധിജി 1915 ഇന്ത്യയിലേക്ക് തിരികെ വരുന്നത്. തിരികെ വന്ന ഡേറ്റ് ഒക്കെ നമുക്കറിയാം, ജനുവരി 9 തിരികെ വരുന്നത്. അതുകൊണ്ട് തന്നെ ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട്, അല്ലെ? പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നുണ്ട്. ഓക്കെ, ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട 3 ദിവസങ്ങൾ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ? നമുക്ക് 2015 മുതലാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കൃത്യം ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, 2015 ആണെന്ന് തോന്നുന്നു, 2010 ശേഷം തന്നെ. ഓക്കെ പിള്ളേരെ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 3 ദിവസങ്ങൾ. ഒന്ന് നമ്മളിപ്പോ ഇത് പറഞ്ഞു, ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരികെ വന്ന ജനുവരി 9 എന്തായിട്ട് ആചരിക്കുന്നു? പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നു. പ്രവാസി ഭാരതീയ ദിവസം. ഗാന്ധിജി ജനിച്ച ഡേറ്റ് ഏതാ? ഡേറ്റ് ഒക്ടോബർ 2. ഒക്ടോബർ 2 എന്തായിട്ട് ആചരിക്കുന്നേ? ഒക്ടോബർ 2 എന്താണ്? ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ്, അല്ലെ? അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ്. അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ട്, നോൺ വയലൻസ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? ആചരിക്കുന്നുണ്ട്. ഓക്കെ, ഗാന്ധിജി അന്തരിച്ച ജനുവരി 30 എന്തായിട്ട് ആചരിക്കുന്നത്? ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഈ ജനുവരി 30 തന്നെയാണ് ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു രോഗവുമായി, കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 30 ഓക്കെ, അപ്പൊ ഇത്രയും ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ മറക്കണ്ട, തെലങ്കാന സമരം നടന്ന 1948-51 കാലഘട്ടത്തിലാണ്. സ്വദേശി പ്രസ്ഥാനം നടന്നത് 1905 സ്വദേശി പ്രസ്ഥാനം. അത് ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു സമരമാണ്. ഓക്കെ ആണല്ലോ, ശരി. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് ഗാന്ധിജിയുടെ സമരങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞിടാം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 തിരികെ വന്നതിന് ശേഷം ഗാന്ധിജി എന്തൊക്കെ ചെയ്തു ഇന്ത്യയിൽ? ആദ്യം ഏത് സമരത്തിലാണ് പങ്കെടുത്തത്? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരം ഏതായിട്ട്? 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യത്തെ സമരം. ഓക്കെ, 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എവിടെയാണ്? കുട്ടികളെ? അത് ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ബീഹാറിൽ എന്തിനായിരുന്നു ഈ ചമ്പാരൻ സത്യാഗ്രഹം? എന്തിനായിരുന്നു? അത് തന്നെ, ഈ ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്തെ നീലം കർഷകര് തോട്ടമുടമകളായിട്ടുള്ള വെള്ളക്കാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ചൂഷണം ചെയ്തു. ഓക്കെ, ബ്രിട്ടീഷുകാരാണ് തോട്ടോടമകളും. ഇവര് എന്ത് ചെയ്തു? ചൂഷണം ചെയ്തു ഈ പറയുന്ന നീലം കർഷകരെ. ഓക്കെ, നമ്മൾ അതിന്റെ തീങ്കതീയ സമ്പ്രദായം അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? തീങ്കതീയ സമ്പ്രദായം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് തീങ്കതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. അതായത് ഉടമകളായ വെള്ളക്കാര് ആരെ? ഈ നീലം കർഷകരെ ബുദ്ധിമുട്ടിച്ചതിനെ തുടർന്നുണ്ടായതാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹത്തിന് ഒരു പ്രാദേശിക നേതാവ് ഉണ്ടായിരുന്നു. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആരെന്ന് കേട്ടാൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. അത് രാജ്കുമാർ ശുക്ലയാണ് കേട്ടോ. രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ്. രാജ്കുമാർ ശുക്ലയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അപ്പൊ ഇത് മറക്കണ്ട, ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ഏതെന്നിട്ടാൽ അത് ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറാണ്. ബീഹാറിലെ നീലം കർഷകരെ തോട്ടമുടമകളായിട്ടുള്ള വെള്ളക്കാര് ചൂഷണം ചെയ്തതിനെ തുടർന്നാണ്
ഈ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ഇതിൽ ഗാന്ധിജി ആദ്യമായിട്ട് ഒരു നേതൃത്വപരമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചത് ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിലാണ്. എന്നാൽ ചമ്പാരൻ സത്യാഗ്രഹത്തിന് പ്രാദേശിക നേതാവുണ്ട്, രാജ്കുമാർ ശുക്ല. പ്രാദേശിക നേതാവുണ്ട്. ആരാണ് കുട്ടികളെ? അത് രാജ്കുമാർ ശുക്ലയാണ്. പിന്നെ തീങ്കതയ്യ സമ്പ്രദായം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ചമ്പാരൻ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ 17 ചമ്പാരൻ സത്യാഗ്രഹം. പിന്നെ അതിനുശേഷം ഗാന്ധിജി ഇടപെട്ട സമരം ഏതാണ്? അതിനുശേഷം ഗാന്ധിജി ഇടപെട്ടത് 1918 ഏത് സമരമാണ് പിള്ളേരെ? 1918 അഹമ്മദാബാദ് മിൽ സമരമാണ് കേട്ടോ. അതിനുശേഷം ഗാന്ധിജി ഇടപെട്ടത് അഹമ്മദാബാദ് മിൽ സമരത്തിലാണ് ഗാന്ധിജി ഇടപെട്ടത്. ഓക്കെ, ഇത് ഈ അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രത്യേകത, ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുകയാണ്? ഗാന്ധിജി ആദ്യമായിട്ട് നിരാഹാരം കിടന്ന സമരം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഗാന്ധിജി ആദ്യമായിട്ട് നിരാഹാരം കിടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധിജി ആദ്യമായിട്ട് നിരാഹാരം കിടന്ന സമരമാണ് ഏത് കുട്ടികളെ? അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിനായിരുന്നു ഈ സമരം? അഹമ്മദാബാദില് എന്തിനായിരുന്നു ഈ സമരം? പ്ലേഗ് ബോണസ്, അതായത് പ്ലേഗ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് കേട്ടോ നൽകിയ പ്ലേഗ് ബോണസ് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയതിനെ തുടർന്ന് അത് ആ ഒരു വേതന വർധനവ് തിരികെ നൽകാൻ വേണ്ടിയിട്ട് നടത്തിയ സമരമാണ് ഈ അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്ലേഗ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ പ്ലേഗ് ബോണസ് നൽകുകയും എന്നാൽ കാലക്രമേണ നിർത്തലാക്കുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു സമരം എന്ത് ചെയ്തത്? നടന്നത്. ഗാന്ധിജി ആദ്യമായി നിരാഹാരം കിടന്ന സമരമാണ്, അല്ലെങ്കിൽ നിരാഹാര സമരം നടത്തിയത് അഹമ്മദാബാദ് മിൽ സമരത്തിലാണ്. അഹമ്മദാബാദ് മിൽ സമരത്തിന് ശേഷം ഗാന്ധിജി ഇടപെട്ട സമരം ഏതാണ് പിള്ളേരെ? ആരുടെ മൈക്കോണാണ്? അപർണ മൈക്കോണാണ്. അപർണ മൈക്കോണാണ്, ശ്രദ്ധിക്കണേ. ഏത് സമരമാണ് പിള്ളേരെ? ഗാന്ധിജി ഇടപെട്ട അടുത്ത സമരം 1918 തന്നെ നടന്ന കേദാ സത്യാഗ്രഹമാണ് കേട്ടോ. കേദാ സത്യാഗ്രഹമാണ് പിന്നെ ഗാന്ധിജി ഇടപെട്ട സമരം എന്ന് പറയുന്നത്. കേദാ സത്യാഗ്രഹം ഏത് സംസ്ഥാനത്താണ് നടന്നത്? ഗുജറാത്ത്. കേദാ സത്യാഗ്രഹം ഗുജറാത്തിലാണ് കേദാ സത്യാഗ്രഹം നടന്നത്. ഓക്കെ, ഇതെന്തിനായിരുന്നുടാ? എന്തിനായിരുന്നു? പിള്ളേരെ വേറെ സിമ്പിൾ ആണ്. അതായത് ഗുജറാത്തിലെ കേദയിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായി. എന്ത് ചെയ്തു പിള്ളേരെ? പ്രകൃതിക്ഷോഭം ഉണ്ടായി. ഈ കാർഷിക വിളകളെല്ലാം നശിച്ചുപോയി. അപ്പം വിളവ് നാശമായതിനാൽ നികുതി ഇളവ് നൽകണമെന്ന്, അതായത് വിളവൊക്കെ നശിച്ചു പോയത് കൊണ്ട് നികുതി ഇളവ് നൽകണമെന്ന് ആരാവശ്യപ്പെടുകയുണ്ടായി? കർഷകർ ആവശ്യപ്പെട്ടതിനെ ഈ ഒരു ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിക്കുകയും ഗാന്ധിജി ഇതിനെ തുടർന്ന് നികുതി നിഷേധിച്ച് സമരം നടത്താൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അപ്പൊ അതിനെയാണ് ഈ കേദ കർഷക സമരം എന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തം ഉണ്ടാവുകയും വിളകൾ നശിക്കുകയും അതിനെ തുടർന്ന് നികുതി ഇളവ് ഞങ്ങൾക്ക് വേണമെന്ന് കർഷകർ ആവശ്യപ്പെടുകയും ബ്രിട്ടീഷുകാർ അതിനെ നിരസിച്ചു. അതിനെ തുടർന്നാണ് ഈ നികുതി നിഷേധ സമരമായിട്ടുള്ള കേദാ സത്യാഗ്രഹം നടന്നത്. കേദാ സത്യാഗ്രഹത്തിലൂടെയാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ എന്തായി മാറുന്നത്? ദേശീയ നേതാവായി മാറുന്നത് ഏത് സത്യാഗ്രഹത്തിലൂടെയാണ് കുട്ടികളെ? കേദാ സത്യാഗ്രഹത്തിലൂടെയാണ് കേട്ടോ. ഓക്കെ, വേറെ കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കേദാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടന എന്നറിയാവോ? കേദാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടന അറിയോ കുട്ടികളെ? ഗുജറാത്തി സഭ എന്ന് പറയുന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇതിന് നേതൃത്വം നൽകി. കേദാ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗുജറാത്തി സഭയാണ്. ഓക്കെ, അപ്പൊ ഈ 3 ഓർത്തിരിക്കുക. ഇനി 2 കാര്യങ്ങൾ കൂടെ. ഇത്രയും സമരങ്ങളെല്ലാം പ്രാദേശിക സമരങ്ങളായിരുന്നു. എന്നാൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? അല്ലെങ്കിൽ INCക്ക് വേണ്ടി ഗാന്ധി നേതൃത്വം നൽകിയ ആദ്യത്തെ പ്രക്ഷോഭം ഏതാണ്? അല്ലെങ്കിൽ ബഹുജന സമരം ഏതാണ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് നിസ്സഹകരണ സമരം, അല്ലെ? നിസ്സഹകരണ സമരം 1920 മുതൽ 22 വരെ നിലനിന്നിരുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ സമരം. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം
ഗാന്ധിജി ആദ്യ ദേശീയ പ്രക്ഷോഭം, ഗാന്ധിജി ഐ എൻ സിക്ക് വേണ്ടി നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ആദ്യത്തെ ബഹുജന സമരം, ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിസ്സഹകരണ സമരം 1920 മുതൽ 22 വരെ. ഗാന്ധിജി ഐ എൻ സിക്ക് വേണ്ടി നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം അല്ലെങ്കിൽ ഗാന്ധിജിയുടെ അവസാനത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരമാണ് കേട്ടോ. 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഗാന്ധിജിയുടെ സമരങ്ങളാണ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയത്. 1917 ഗാന്ധിജി ആദ്യമായിട്ട് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഏർപ്പെടുന്നു. അത് ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ബീഹാറിൽ രാജ്കുമാർ ശുക്ല ആയിരുന്നു ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. 1918 അദ്ദേഹം അഹമ്മദാബാദ് മിൽ സമരത്തില് നേതൃത്വം നൽകിയായി. ആ ഒരു സമരത്തിലാണ് അദ്ദേഹം ആദ്യമായി നിരാഹാരം കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഹമ്മദി കാണിച്ച് നിരാഹാരം കിടന്നു ഓർത്താൽ മതി. അഹമ്മദി കാണിച്ച് നിരാഹാരം കിടന്നു ഓർത്താൽ മതി. ഇനി 1918 കേദാ സത്യാഗ്രഹത്തിലാണ് പിന്നെ അദ്ദേഹം ഇടപെടുന്നത്. ഗുജറാത്തിലാണ് കേദാ സത്യാഗ്രഹം നടന്നത്. ഓക്കെ, അഹമ്മദാബാദും ഗുജറാത്തിലാണ്. പിന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഐ എൻ സിക്ക് വേണ്ടി നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസറാണ് നിസ്സഹകരണ സമരം 1920 മുതൽ 22 വരെ. അടുത്ത് 1942 ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു ഗാന്ധിജി ഐ എൻ സിക്ക് വേണ്ടി നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുന്നത്. ഗാന്ധിജി അവസാനത്തെ ബഹുജന സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ?